പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആർക്കെ, ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത് എന്തുകൊണ്ടാണ്? ആർക്കെ, അമീനുൽ ഇസ്ലാം സമർപ്പിച്ചത് കേരള ഹൈക്കോടതി വിചാരണ കോടതി വിധി ശരിവെച്ച നടപടിക്ക് എതിരെയുള്ള അപ്പീലാണ്. ഈ അപ്പീലിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വധശിക്ഷ ഈ കേസിന്റെ അന്തിമ തീർപ്പ് വരെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവുണ്ടായിരിക്കുന്നത്. ഇതിന് സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കോടതി രേഖകൾ, കേരള ഹൈക്കോടതിയുടെയും വിചാരണ കോടതിയുടെയും നടപടിക്രമങ്ങളുടെ രേഖകൾ വിളിച്ചു വരുത്താനായിട്ടുള്ള നടപടി സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം വധശിക്ഷാ വിരുദ്ധ പ്രവർത്തകയും അഭിഭാഷകയുമായ നൂരിയ അൻസാരി അവർക്ക് ജയിലിൽ നൂറുൽ ഇസ്ലാമിനെ സന്ദർശിക്കാനും അഭിമുഖം തയ്യാറാക്കാനും നൂറുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി 12 ആഴ്ചയ്ക്കകം കോടതിക്ക് സമർപ്പിക്കാനുമുള്ള നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് വി ആർ ഗവായി അധ്യക്ഷനായിട്ടുള്ള 3 അംഗ ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവ്. ഇതനുസരിച്ച് സംസ്ഥാന സർക്കാർ, ജയിൽ അധികൃതർ, ഒപ്പം മനഃശാസ്ത്ര വിദഗ്ധർ, തൃശൂർ ജില്ലാ ആശുപത്രിയിലെ മനഃശാസ്ത്ര വിദഗ്ധർ അടങ്ങുന്ന സംഘം 3 പേരും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ, ജയിൽ സർട്ടിഫിക്കറ്റ്, ജയിൽ സ്വഭാവ സർട്ടിഫിക്കറ്റ്, മനഃശാസ്ത്ര സർട്ടിഫിക്കറ്റ്, സാമൂഹിക പ്രവർത്തന പരിചയമടക്കമുള്ളവയുടെ റിപ്പോർട്ട്, ഇവയെല്ലാം 12 ആഴ്ചക്കുള്ളിൽ സമർപ്പിക്കാനുള്ള നിർദ്ദേശവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അമീനുൽ ഇസ്ലാം സമർപ്പിച്ച ഹർജി അത് ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് നടപടി. അമീനുൽ ഇസ്ലാം നേരത്തെ സമർപ്പിച്ച ഒരു ഹർജി സുപ്രീം കോടതിയിൽ ഇപ്പോഴും നടപടികൾ പുരോഗമിക്കുകയാണ്. അത് തന്റെ ജയിൽ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ആ ഹർജി സമർപ്പിച്ചിരുന്നത്. അതിനുശേഷമാണ് ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെക്കുന്ന നടപടിയിലേക്ക് എത്തിയത്. ഈ സാഹചര്യത്തിലാണ് വധശിക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അമീനുൽ ഇസ്ലാം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി നടപടി നിയമവിരുദ്ധമാണ്, തന്റെ ഭാഗം കൃത്യമായി കേൾക്കാതെ തന്നെ ഇതിൽ പ്രതി ചേർത്തത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെയാണ് ഈ നടപടി ഉണ്ടായത് എന്നാണ് അമീനുൽ ഇസ്ലാം വാദിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ കേസിലെ അന്തിമ തീർപ്പിന് വിധേയമായിട്ട് വധശിക്ഷ സ്റ്റേ ചെയ്യാനായിട്ട് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണൻ വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ.